ഹലോ ക്യൂട്ടീസ്, നമ്മുടെ ഫസ്റ്റ് വൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ചെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ മണിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പേഴ്സായിട്ട് ഉപയോഗിക്കാം, അല്ല എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പൗച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഏകദേശം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഷേപ്പിലുള്ള 3-4 പേപ്പർ എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. ഞാൻ 2-3 എണ്ണ എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ പ്ലെയിൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കാണിച്ചിരിക്കുന്നവരെ മടക്കിയ ശേഷം നടുക്ക് ഒട്ടിക്കണം. പിന്നെ ഇത് ഞാൻ മടക്കുന്നുണ്ട്, ഇങ്ങനെ മടക്കിയ ശേഷം ഒട്ടിച്ചെടുക്കണം കേട്ടോ. എല്ലാത്തിനും അത് കാണിച്ചു തരാം ഞാൻ കേട്ടോ. നമ്മൾ ആ മടക്കിയതെല്ലാം മടവെല്ലാം മടക്കി ഓരോ ഇങ്ങനെ നമ്മൾ ഈ കവർ ഇടുമ്പോഴത്തേന്ന് പറയുന്നത് അതുപോലത്തെ സ്പേസ് വേണം അതിനുവേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമുക്കതിനകത്ത് ഒട്ടിക്കാൻ പോവാണ്. ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം. ഞാൻ രണ്ടും കാണിച്ചു തരാം. ഡബിൾ സൈഡ് ടേപ്പ് ഉള്ളവർ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗ്ലൂ ഉള്ളവർ ഗ്ലൂ. ഇവിടെയും ഒട്ടിക്കണം, പിന്നെ അകത്തെ ഭാഗമല്ലേ നമ്മൾ അതും ഒട്ടിക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമ്മുടെ അത് ഫിക്സ് ആകത്തുള്ളൂ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, എല്ലാവരും എന്താണ് വിഷമമാണോ? അപ്പം ബാക്ക് ടു സ്കൂളിന് കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, 2-3 എണ്ണം ഉണ്ടാക്കുള്ളൂ. ഇനി നമുക്ക് സീരീസ് ആയിട്ട് അടുത്ത് ഉണ്ടാക്കാമേ, സമയം കിട്ടുന്നതനുസരിച്ച്. ഇനി അടുത്തത് അകത്തും ഇങ്ങനെ ഒട്ടിക്കണം. അതായത് നമുക്കൊരു എൻവലപ്പിൻ്റെ കവർ പോലത്തെ, അതായത് നമ്മൾ ഇതിനകത്ത് സാധനം ഇട്ട രീതിയിൽ കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ കളർ പേപ്പർ ഒട്ടിക്കുക. എത്ര എണ്ണം നിങ്ങൾക്ക് വേണോ അത്ര എണ്ണം ഒട്ടിക്കാം. ഇങ്ങനെ മടക്കും. അപ്പം എല്ലാ സാധനവും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മുകളിലുള്ള ആ 2 സ്പേസ് മാത്രമേ നമുക്ക് പെൻഡിങ് ഉള്ളൂ, അത് നമുക്ക് സാധനം ഇടാട്ട് വേണം. അപ്പോൾ അതുപോലെ എല്ലാ പേപ്പേഴ്സും നമ്മൾ മടക്കിയതെല്ലാം എത്ര എണ്ണം വേണോ അത്ര ഒട്ടിക്കുക. അതിനുശേഷം ഇതിന് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അതും ഒട്ടിച്ച് വെക്കണം. ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ വെച്ചില്ലേ, ഇനി ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പം ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ, നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റിന് പകരം കളർഫുൾ എടുക്കാം, കളർഫുൾ പകരം വൈറ്റ് എടുക്കുക, എന്ത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് പ്രിൻറ്റ് വേണമെങ്കിലും വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇച്ചിരിയുള്ള കട്ടിയുള്ള പേപ്പറാണെങ്കിൽ അത് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്കുള്ള ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ പേപ്പർ വെക്കുകയോ എന്തെങ്കിലുമൊക്കെ വെക്കുകയൊക്കെ ചെയ്ത് കോയിൻ വെക്കുകയോ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇങ്ങനെയാണ് ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയില്ലേ. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള ഇനി നമുക്കിതിനെ കവർ ചെയ്യാൻ വേണ്ടി അത് ഇച്ചിരി കൂടെ കട്ടിയുള്ളതാക്കണം. അതേ സൈസ് തന്നെ കണ്ടിച്ചേരും. നിങ്ങൾ ഏത് സൈസിലാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത് അതേ സൈസ് തന്നെ ആയിരിക്കും ഇതിന് കാണിക്കുന്നത്. എക്സ്ട്രാ എടുത്തിരിക്കുന്നത് നമ്മൾ കവർ ചെയ്ത്, അതായത് നീളവും വലിപ്പവും ഒക്കെ ഈ വീതിയൊക്കെ ഏകദേശം സെയിം ആയിരിക്കണം. അതിനകത്ത് ഉള്ളി വെച്ചിട്ട് വേണം ഈ നമ്മൾ ഉണ്ടാക്കിയ കവേഴ്സിനെ അകത്ത് വെച്ചിട്ട് അതേ സൈസിൽ വേണം നമ്മൾ ഈ വലിയ പേപ്പറും എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഇനി താഴെ മുകളിൽ ഒട്ടിക്കുക, പിന്നെ അതിന് കവർ ചെയ്യാനുള്ള എക്സ്ട്രാ പേപ്പറും കൂടെ വെക്കാം. ഞാൻ കാണിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗത്തെല്ലാം ഒട്ടിച്ചെങ്കിലേ ഉള്ളൂ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ കുറേ. അപ്പോൾ ഞാനിവിടെയെല്ലാം ഗ്ലൂ വെച്ച് പുരട്ടുകയാണ്. അതായത് നമ്മൾ ഈ 3-4 ഒട്ടിച്ചെങ്കിൽ ഫിക്സ് ആയിട്ട്. അപ്പം ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഫെവിക്കോളോ ഗ്ലൂ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇതിന് ശേഷം നമ്മൾ ഇച്ചിരി ഉണങ്ങിയ ശേഷം ഓരോ പ്രൊസീജിയറും ഇച്ചിരി ഉണങ്ങിയ ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കീറിയൊക്കെ പോകത്തില്ലേ. അപ്പോൾ ഇതിന് പകരം ഈ പേപ്പറിന് പകരം നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള OHP ഷീറ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പം പേപ്പർ വെച്ച് ചെയ്ത് OHP ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് അടുത്ത നമ്മൾ അടുത്ത സീരീസ് ആയിട്ട് ഉണ്ടാക്കത്തില്ല. അപ്പോൾ സ്കൂളിന് മുമ്പ് വേണം നിങ്ങളെല്ലാം പറഞ്ഞില്ല. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് വെച്ചു. അപ്പോൾ ലൈവിലെല്ലാവരും വന്നതിന് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഈ ലോങ് വീഡിയോ ഒക്കെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഗിവ് വേയുടെ ഈ പ്രാവശ്യം തുടങ്ങുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം മെയ് മന്തിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏപ്രിലുള്ളവരുടെ ഗിഫ്റ്റൊക്കെ ഉടനടി ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് അയച്ചെടുക്കാം. ഇനി നമുക്ക് അതിനൊരു ലോക്ക് വേണം. അതിനുവേണ്ടി മുകളിലത്തേത് ഒരു സ്ട്രിപ്പ് പോലെ ചെറിയ സ്ട്രിപ്പ് വെച്ച് ഇങ്ങനെ ചെറിയ സ്ട്രിപ്പിനകത്ത് വെച്ച് നോക്കണം. നമുക്കതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് താഴെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ലോക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയല്ല അടഞ്ഞിരിക്കില്ല, തുറന്നു പോകത്തില്ല. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണേ. ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് താഴോട്ട് വെച്ച് നോക്കാം നമ്മുടെ സൈസ് കറക്റ്റായി. ഇനി അതിൻ്റെ മുകളിലോട്ട് ആ കുഞ്ഞു സ്ട്രിപ്പ് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ മടക്കി ഉണ്ടാക്കാൻ. അപ്പോഴേ ഉള്ളൂ രസമുള്ളൂ. അപ്പം ഞാനൊരു പ്ലെയിൻ കളറൊക്കെ എടുത്ത് നിങ്ങൾക്ക് പേസ്റ്റലിന് പകരം ഡാർക്ക് കളേഴ്സ് എടുക്കാമേ. ഇതെങ്ങനെ മടക്കണം, എന്നിട്ട് അടിയിലോട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഫിക്സ് ആയ രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു കേട്ടോ. ഇങ്ങനെ മടക്കണം. അത് വെച്ചിട്ട് മടക്കിയാലും മതി കേട്ടോ. അടുത്ത ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം വേറെ ഈസി മെത്തേഡ്. ഇങ്ങനെ വെച്ച് നോക്കണം. ഇപ്പം വലുതാണെങ്കിൽ അതൊന്നുകൂടെ മടക്കിയിട്ട് അതേ മെഷർമെൻറ്റിൽ നമ്മൾ താഴോട്ട് ആ കുഞ്ഞ് സ്ട്രിപ്പ് മാത്രം ഒട്ടിക്കുക. അപ്പോൾ അതിനെ നമുക്കൊരു ലോക്ക്, ഈ എൻവലപ്പിനകത്തും പേഴ്സിനകത്തൊക്കെ നമ്മൾ അടയ്ക്കത്തില്ലേ അടപ്പ് പോലെ, അതുപോലത്തെ സാധനമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്യൂട്ടാക്കണം. ഞാനിപ്പോൾ പ്ലെയിൻ പേപ്പർ എടുത്തുകൊണ്ട് ഇച്ചിരി കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ അലങ്കലപ്പരയോടെയൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ പാറ്റേണൊക്കെ വരച്ചാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അലങ്കലപ്പരയോടെ ചെയ്തില്ലെങ്കിലും വേണ്ട. അപ്പോൾ പ്ലെയിൻ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും വീട്ടിൽ സ്റ്റിക്കേഴ്സ് കാണുമല്ലോ.
ഇല്ലെങ്കിൽ നമുക്ക് വരച്ച് ഡിസൈൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വരച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉള്ളതുകൊണ്ട് അതെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഇനി സ്റ്റിക്കർ ഒട്ടിച്ചാണ് അവനെ കുട്ടപ്പനാക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ആർട്ടിഫിഷ്യൽ അല്ല, ഒരു നമ്മൾ റിയൽ ആയിട്ട് തോന്നാൻ വേണ്ടി സൈഡിലൂടെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഈ ലൈനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ തയ്യൽ ഇത് കാണത്തില്ല, അതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ബ്ലാക്ക് പെന്നുകൊണ്ട്. കോർണർ ഇച്ചിരി വിട്ട ശേഷം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു റിയൽ സാധനം മേടിച്ച പോലെ ഒരു ഫീൽ തോന്നും. അതിനുവേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. സ്റ്റിക്കർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതേണ്ട ഞാനിപ്പം പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ട് അത് ഉണങ്ങുന്നതിന് മുമ്പ് എടുത്തുകൊണ്ടാണ് ഇച്ചിരി ഒട്ടിയ പോലെ എനിക്ക് തോന്നി. പക്ഷേ സാരമില്ല, ഇത് ഇത്രയും സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാൻ പോവാം കേട്ടോ. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ഇതിനെ ഒരു വാട്ടർ പ്രൂഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പേപ്പറെല്ലാം മുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫുൾ മെയിൻ പേപ്പർ എടുക്കത്തില്ല, അന്നേരം അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ സാധനം റെഡിയായിട്ട് ഇതിന് ഇച്ചിരി ഉണങ്ങാൻ വെക്കട്ടെ. ഇതിൻ്റെ മുകളിൽ ഇനി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നമ്മൾ ഈ കുട്ടപ്പനാക്കണം. സ്റ്റിക്കറിന് പകരം പാറ്റേൺ വരച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാം, അല്ലെങ്കിൽ മുത്തുകളോ അല്ലെ എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ഇതിന് മുകളിൽ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്തു തരുന്നുള്ളൂ. അല്ല, എല്ലാ പിള്ളേരും ഉണ്ടാക്കിക്കോട്ടെ. നമ്മൾ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചെയ്താൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാകത്തില്ല. അപ്പം നമുക്ക് ഇച്ചിരി ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിലല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും മനസ്സിലാകത്തുള്ളൂ, നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്രാഫ്റ്റിലോട്ട് പോകാം. അടുത്തതും ഇനിയുള്ളത് നമുക്ക് സ്കൂളിലൊക്കെ പല കാര്യങ്ങളും ഇപ്പോൾ പൈസ വെച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലെറ്റർ കൊടുക്കാനോ ഒരു ക്യൂട്ടായിട്ട് എൻവലപ്പൊക്കെ വെക്കാമല്ലോ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പേപ്പറായിട്ട് വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ, ഇനിയിപ്പോൾ സ്കൂളിൽ ബർത്ത്ഡേസ് ഒക്കെ വരത്തില്ല, അപ്പോൾ അതിനകത്ത് ബർത്ത്ഡേ കാർഡ് വെക്കാനോ എന്തിനൊക്കെ ഉള്ള ഒരു എൻവലപ്പ് ടൈപ്പ് ഒരു പേഴ്സ് ടൈപ്പൊക്കെ ഉണ്ടാക്കുകയാണ്. അത് ഇച്ചിരി വലിയ, മറ്റേ നമ്മൾ കുഞ്ഞതല്ലായിരുന്നു, കുഞ്ഞു പൈസയൊക്കെ ഇട്ടുകൊണ്ടാണ്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വലിയതായിട്ട് സാധനങ്ങൾ വെക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ, ഇത് സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ പേപ്പർ എടുക്കുക, ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എടുക്കുക കേട്ടോ. അതും മറ്റേതുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലോക്ക് ഉണ്ടാക്കിയത് നിങ്ങളെ കാണിച്ചില്ലേ, അതുപോലെയാണ്. ഇപ്പോൾ ഏതൊരു ലോക്കിൻ്റെയും ടൈപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കവായി ടൈപ്പ് ഫീൽ ആകാൻ വേണ്ടി അതിൻ്റെ ലറ്റ ഇങ്ങനെ കർവായിട്ട് കർവ് ഷേപ്പ് സീസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് കണ്ടിച്ച് കർവാക്കാം. അപ്പോൾ ഇതുപോലെയാണ് സ്ട്രിപ്പ് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ലോക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം എല്ലാത്തിനും ഒരു ലോക്ക് വെക്കുന്നത് നമ്മളിത് അടച്ചിരിക്കാൻ വേണ്ടി, എൻവലപ്പിനൊക്കെ ലോക്കായിട്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെ കർവായിട്ട് കണ്ടിച്ച് കൊടുക്കുകയാണ്, നമ്മൾ കൈ കൊണ്ട് കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകം ഇതുണ്ട്, സിസറൊക്കെ ഉണ്ട്, സിസറുണ്ട്, പഞ്ചൊക്കെ ഉണ്ട് ഈ കോർണർ കട്ടിങ്ങിന്. അപ്പം നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് സിസർ കൊണ്ട് കണ്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ആക്കുക, അത് ഇതിൻ്റെ അടിയിലോട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ കുഞ്ഞ് സ്ട്രിപ്പോട് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെങ്ങനെ മുകളിൽ വെച്ച് അടച്ചു കൊടുക്കുകയാണ് ഇത് കേട്ടോ. ഒട്ടിച്ചുകൊണ്ടോ ഇനി അതിനെ ഇങ്ങനെ ലോക്ക് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നമുക്കിത് നോക്കാം. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ്, ഞാൻ ഇപ്പോഴും പറയാം, വാട്ടർ പ്രൂഫ് ആക്കണമെന്നുണ്ടെങ്കിൽ സെല്ലോ ടൈപ്പ് ഒട്ടിക്കേണ്ടി വരും. ഇല്ല, ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ലെന്നുള്ളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യും. ഇനി ഇതിനകത്തും പാറ്റേൺ പേപ്പർ വരയ്ക്കാത്തതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പാറ്റേൺ പേപ്പർ വരയ്ക്കാം, പാറ്റേൺസ് വരയ്ക്കാം, ഹാർട്ട് വരയ്ക്കോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ഡിസൈൻ വരയ്ക്കാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം റെഡിയായിട്ട് ഇനി അടുത്ത കഴിയാം. അടുത്തൊരു സിമ്പിൾ, ഏറ്റവും സിമ്പിൾ, ഒത്തിരി ബുക്ക് മാർക്കുകളുണ്ട്, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ബുക്ക് മാർക്കാണ്. ഒരു ഇഷ്ടമുള്ള മെഷർമെൻറ്റ് ഒരു പേപ്പർ എടുക്കുക, അതിനെ മടക്കുക, ഹാഫ് മടക്കിയിട്ട് നടുക്ക് ഒരു വിൻഡോ പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, രണ്ട് സൈഡും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൈഡേ കട്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് രണ്ട് സൈഡും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സീക്വൻസ് ആണ് ഇടുന്നത്. നിങ്ങൾക്ക് സീക്വൻസിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ സ്ട്രിപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കണ്ടിച്ചിടാൻ പറ്റും, ഇല്ലെങ്കിൽ കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. ഇപ്പം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനും ഈസി പണിക്കുള്ള പരിപാടികൾ കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ സീക്വൻസ് ഇട്ട ശേഷം ഇനി മറ്റേ പേപ്പർ കൊണ്ട് അടയ്ക്കുക. അവിടെയും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ, ഞാനങ്ങനെ ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പിന്നെ ഒരു എന്തെങ്കിലും സാധനം ബോയോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക. നമ്മുടെ അപ്പം റെഡി. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ക്രാഫ്റ്റാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പെന്ന്. എൻ്റെ കയ്യിൽ ഓൾറെഡി പെന്നിനകത്ത് ഡിസൈൻ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. നിങ്ങൾ പെന്നിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ റീഫിൽ മാത്രമായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വരയ്ക്കുന്ന ഒരു മെഷർമെൻറ്റ് എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പറിന് ഞാൻ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്ത്. നിങ്ങൾ പാറ്റേൺ പേപ്പർ ഇഷ്ടമുള്ള പേപ്പർ വരയ്ക്കാം. ഞാനിപ്പോൾ കുഞ്ഞൊരു തണ്ണിമത്തങ്ങ പോലെ എന്തായാലും അതില്ല, തണ്ണിമത്തല്ല സ്ട്രോബെറി ആണെന്ന് വരച്ചിട്ടുള്ളൂ. ആ സ്ട്രോബെറി ടൈപ്പ് ഇങ്ങനെ വരച്ച് ഇനി കവർ ചെയ്ത് നോക്കിയ ശേഷം അതിൻ്റെ മുകളിൽ കൂടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയും, നിങ്ങൾക്ക്
ഫില്ലറി മുകളിലും ഉണ്ടാക്കാം, പെന്നിൻ്റെ മുകളിലും ഉണ്ടാക്കാം. ഇനി അതിനൊരു ക്യാപ്പും കൂടി കുഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രാഫ്റ്റിൻ്റെ സീരീസ്. ഇനി അടുത്തത് പുതിയ പ്രാക്ടീസ് സ്കൂൾ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.